കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, എല്ലാവരും സൗഖ്യമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഈ ആഴ്ചയിൽ വായിച്ച ഒരു ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം. കുട്ടികളെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടം വളരെ സവിശേഷത നിറഞ്ഞതാണ്. സോഷ്യൽ മീഡിയയും നിർമ്മിത ബുദ്ധിയും എല്ലാ കാര്യങ്ങളും നിയന്ത്രണത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. സാങ്കേതിക വിദ്യ അങ്ങേയറ്റം പുരോഗമിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മൊബൈലുകളും ലാപ്ടോപ്പുകളും ഇല്ലാതെ നമ്മുടെ കുട്ടികളുടെ പഠനം തന്നെ സാധ്യമല്ലാതെ ആയിരിക്കുകയാണ്. ഈ സത്യാനന്തര കാലത്ത് വിവര സാങ്കേതിക വിദ്യ വളരെയധികം വികസിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അറിവുള്ള മുതിർന്നവർ പോലും ശരിയേത്, തെറ്റേത്, സത്യമേത്, അസത്യമേത്, നന്മയേത്, തിന്മയേത്, നല്ലതേത്, ചീത്തയേത്, നീതിയായതേത്, അനീതിയായതേത് എന്നൊക്കെ ശരിക്കും വേർതിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടം. അധർമ്മവും തട്ടിപ്പും വ്യാപകം. ഇങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിൽ കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്തുക എന്നത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അത് തരണം ചെയ്യുവാൻ തീർച്ചയായും ദൈവകൃപ അനിവാര്യമാണ്. പത്രോസ്ലീഹ എഴുതിയ ലേഖനം 1-ാം ലേഖനം 5:8 നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് കാണുന്നു. ഇവിടെ ആത്മാവിന്റെ ഫലങ്ങൾ ലഭ്യമാകാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ പെടാതിരിക്കാൻ ഉതകും വിധം ദൈവകൃപ ലഭിക്കുവാൻ വേണ്ടി ഉണർന്നിരിക്കേണ്ടതിന്റെ, ജാഗ്രതയോടെ ഇരിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കുന്നതിന് നമ്മുടെ കുട്ടികൾ പ്രത്യേകമായി ജാഗ്രതയുള്ളവരായിരിക്കുവാൻ നാം അവരെ പഠിപ്പിക്കേണ്ടതും ആണ്. ബാല്യത്തിൽ തന്നെ നല്ല ശീലങ്ങളെ പഠിപ്പിക്കുവാൻ ബോധപൂർവമായ ഒരു ശ്രമം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ബാല്യത്തിൽ തന്നെ ദൈവചിന്ത അവരിൽ രൂഢമൂലമാകണം. ദൈവാശ്രയത്തിൽ വളർന്നു വന്ന അനുഗ്രഹീതരായ പിതാക്കന്മാരുടെ നല്ല മാതൃകകൾ അവരെ പറഞ്ഞു പഠിപ്പിക്കണം. പ്രാർത്ഥന വിശ്വാസത്തിന്റെ ശ്വാസമാണെന്നും വിശുദ്ധ കുർബാന വിശ്വാസത്തിന്റെ ശക്തിയാണെന്നും ദൈവം എല്ലാം കാണുന്നവനാണ് എന്നുമുള്ള ബോധം അവരിൽ നിറയ്ക്കുക ഇവയൊക്കെ മാതാപിതാക്കളുടെയും സഭയുടെയും ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പഠിക്കുന്ന കുട്ടിയെ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്ന് നാം പഠിപ്പിക്കണം. അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കണം. പരിശുദ്ധ പരിമല തിരുമേനിയും മറ്റും പഠിപ്പിച്ചത് കുട്ടികളെ മനസ്സിലാക്കണം. വിദ്യാഭ്യാസത്തിൽ പ്രാർത്ഥനാശീലം ചേർന്ന് വരുമ്പോഴാണ് സത്യം, സന്മാർഗാചരണം, വിശ്വാസം, ഭക്തി, പരസ്പര ബഹുമാനം മുതലായവ വളരുന്നത്. പ്രാർത്ഥന ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നെന്ന് പരിമല തിരുമേനിയുടെ ഭക്തവചനങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും അവർ അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാവുകയും ചെയ്യണം. വിശ്വാസ കാര്യങ്ങളിലും പ്രവൃത്തികളിലും ആരോഗ്യകാര്യങ്ങളിലും വിദ്യാഭ്യാസത്തിലും പെരുമാറ്റത്തിലും വിവിധങ്ങളായ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലും വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലും ജാഗ്രത പുലർത്തുവാൻ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർക്കുക. ഈ ചില നല്ല ചിന്തകൾ വായിച്ചപ്പോൾ മനസ്സിൽ പതിഞ്ഞതുകൊണ്ട് അത് നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്മകൾ നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.